نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളുടെ മേൽ നിർബന്ധമാക്കിയ ഒന്നാമത്തെ കാര്യമാണ് തൗഹീദ് എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഉപേക്ഷിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, ഇസ്ലാം അത് 5 കാര്യങ്ങൾക്ക് മേലെയാണ് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഒന്നാമത്തെ ആ സ്തംഭം എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ സ്തംഭം എന്ന് പറയുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. 2 ഷഹാദത്തുകളാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ തൂണ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 2 തൂണുകൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആരാധനക്കർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരുമില്ല എന്നും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ തിരുദൂതരാണ് എന്നുമുള്ള സാക്ഷ്യം. അതുപോലെ തന്നെ നമസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ് എന്നിങ്ങനെ 5 തൂണുകൾക്ക് മേലെയാണ് ഇസ്ലാം അത് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ അടിമകളുടെയും മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യമാണ് ഇസ്ലാം സ്വീകരിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിൻ്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന മതം എന്ന് പറയുന്നത് അത് ഇസ്ലാം മാത്രമാകുന്നു എന്ന്. അപ്പോൾ എല്ലാ അടിമകളുടെയും മേൽ നിർബന്ധമായ കാര്യമാണ് ഇസ്ലാം സ്വീകരിക്കുക എന്നത്. ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് ആരാധനക്കർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ മറ്റാരുമില്ല എന്ന് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അംഗീകരിക്കുക എന്നത്. സഹോദരന്മാരെ, ഈ വിഷയത്തിനാണ് തൗഹീദുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക എന്ന് പറയുന്നത്. ഈ തൗഹീദിൻ്റെ പ്രാധാന്യം അത് മനസ്സിലാക്കാനുള്ള ഒരു വഴിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ എപ്രകാരമാണ് ഈ തൗഹീദിനെ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് പഠിപ്പിച്ചുകൊണ്ട് ധാരാളം ആയത്തുകൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്തുകൾ, അതിൻ്റെ ആധിക്യം, അത് തൗഹീദിൻ്റെ പ്രാധാന്യം അത് എത്രത്തോളമാണ് എന്ന് വിളിച്ചോതുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പരസ്പരം
ധാരാളം ആയത്തുകൾ, അത് പരസ്പരം ഒന്നൊന്നിനെ ശക്തിപ്പെടുത്തുന്ന തരത്തിൽ ധാരാളം ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തുകൾ നാം പരിശോധിക്കുകയാണെങ്കിൽ അത് പലതരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദ് ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതായിട്ട് കാണാൻ സാധിക്കും. പല തരത്തിലുള്ള ആയത്തുകൾ തൗഹീദുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഒരു തരം ആയത്തുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നേരിട്ട് കൽപ്പിക്കുന്ന ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ആരാണ് ഈ റബ്ബ്? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ സമുദായങ്ങളെയും സൃഷ്ടിച്ചവനായ പടച്ചവനായ ആ റബ്ബിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, വലാ തുശ്രികൂ ബിഹി ഷൈആ, അവനിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, വഖദാ റബ്ബുക്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, വഖദാ റബ്ബുക്, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാ, നീ അവനെയല്ലാതെ മറ്റൊന്നിനെയും ഇബാദത്ത് ചെയ്യരുത് എന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുർആനിലൂടെ നേരിട്ട് കൽപ്പിച്ച കാര്യമാണ് തൗഹീദ്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അല്ലാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കുക എന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് തൗഹീദിന്റെ പ്രാധാന്യം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ കൽപ്പന, അടിമകളുടെ മേൽ നിർബന്ധമായ കാര്യങ്ങളിൽ ഒന്നാമത്തേത് അത് തൗഹീദാണ് എന്നതാണ്. മറ്റൊരു തരം ആയത്തുകൾ ഖുർആനിൽ കാണാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ സൃഷ്ടിച്ചതിൻ്റെ അടിസ്ഥാനം അത് തൗഹീദാണ്. അതുപോലെ തന്നെ ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക, അത് തൗഹീദാണ് എന്ന തരത്തിലുള്ള ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ്, ജിന്നുകളെയോ മനുഷ്യരെയോ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തൗഹീദിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന ആയത്താണ്, ആ ആശയമാണ് തൗഹീദിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് വരെ നടത്തിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മറ്റൊരു തരം ആയത്തുകൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളിൽ നിന്നും പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ സമുദായത്തിൻ്റെ മേൽ നിയോഗിക്കുകയും ചെയ്തതിൻ്റെ ലക്ഷ്യം അത് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു എന്നതാണ്. അഥവാ അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് തൗഹീദിന് വേണ്ടിയായിരുന്നു എന്ന് അറിയിക്കുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല, എല്ലാ ഉമ്മത്തിലും എല്ലാ സമുദായത്തിലും നാം പ്രവാചകന്മാരെ, ദൂതന്മാരെ, റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമുദായത്തിലും പ്രവാചകന്മാരെ നിയോഗിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അനിഅബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന താഗൂത്തുകളെ, ദുർമൂർത്തികളെ ജനങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വ ഉമ്മത്തിലും സർവ്വ സമുദായത്തിലും പ്രവാചകന്മാരെ
നിയോഗിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും ഞാൻ അയച്ചിട്ടില്ല, നാം അയച്ചിട്ടില്ല, ഇല്ലാ നൂഹി ഇലൈഹി, അവരിലേക്കെല്ലാം വഹി നൽകിക്കൊണ്ടല്ലാതെ. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകന്മാർ അവരിലേക്കെല്ലാം വഹി നൽകപ്പെട്ട കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന കാര്യം അത് എന്താണ്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, തീർച്ചയായും ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ച എല്ലാ റസൂലുമാരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അയച്ച വഹി എന്ന് പറയുന്നത് അത് തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവയെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വ ഉമ്മത്തിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചത്, അതുപോലെ തന്നെ സർവ്വ പ്രവാചകന്മാരിലേക്കും വഹി നൽകപ്പെട്ട കാര്യമാണ് എന്ന് എടുത്തു പറഞ്ഞ കാര്യമാണ് തൗഹീദ്, അഥവാ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവയെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നത്. അതുപോലെ തന്നെ മറ്റൊരു തരം ആയത്തുകൾ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ വഹി ഇറക്കുന്നതിൻ്റെ ലക്ഷ്യം, കിതാബുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതിൻ്റെ ലക്ഷ്യം അത് തൗഹീദാണ് എന്ന് അറിയിക്കുന്ന ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പന പ്രകാരം റൂഹുമായിക്കൊണ്ട് അഥവാ വഹിയുമായിക്കൊണ്ട് മലക്കുകളെ ഇറക്കുന്നു. അലാ മൻ യശാഉ മിൻ ഇബാദി, ആരുടെ മേലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കുന്നത്? അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ള പ്രവാചകന്മാരുടെ മേൽ മലക്കുകളെ വഹയുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നു. എന്തിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിൽ നിന്നും പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുകയും അവരുടെ മേൽ മലക്കുകൾ വഴി വഹി ഇറക്കുകയും ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൻ അൻദിറു അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുന്നത് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് താക്കീത്? അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, തീർച്ചയായും ഞാനല്ലാതെ ഒരു ഇലാഹുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ സൂക്ഷിച്ചുകൊള്ളുക, എന്നെ തഖ്വ ചെയ്തു കൊള്ളുക എന്ന് താക്കീത് ചെയ്യാൻ വേണ്ടിയാണ് പ്രവാചകന്മാരിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ വഴി വഹി ഇറക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അലിഫ് ലാം റാ കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, ഖുർആൻ അത് കിതാബുൻ ഉഹ്കിമത് ആയാതുഹു, അതൊരു ഗ്രന്ഥമാണ്. ഉഹ്കിമത് ആയാതുഹു, അതിൻ്റെ ആയത്തുകൾ അത് ആശയ ദൃഢതയുള്ള ആശയ ഉറപ്പുള്ള ആശയമുള്ള പരിപൂർണമായ കുറ്റമറ്റതായ ആയത്തുകളാണ് ഖുർആനിലെ ഓരോ ആയത്തുകളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സുമ്മ ഫുസ്സിലത്, കൂടാതെ ഈ ആയത്തുകളെല്ലാം ഫുസ്സിലത് അത് വിശദീകരിക്കപ്പെട്ടതും ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മില്ലദുൻ ഹകീമിൻ ഖബീർ, ഹകീമും ഖബീറുമായ അങ്ങേയറ്റം ഹിക്മത്തുള്ള യുക്തിയുള്ളവനും അതുപോലെ തന്നെ അങ്ങേയറ്റ സൂക്ഷ്മജ്ഞാനമുള്ളവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് ആ കിതാബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുസ്സിലത്ത് ആയത്തുകൾക്ക് ആശയ ദൃഢതയുള്ള അതുപോലെ തന്നെ എല്ലാ ആയത്തുകളും വിശദീകരിച്ച ഒരു ഖുർആൻ, ഒരു വേദഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് അവതരിപ്പിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാ തഅബുദു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും നിങ്ങൾ ഇബാദത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബുകൾ ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇന്നനി ലക്കും മിൻഹു നദീറുൻ വ ബശീർ, നബിയെ താങ്കൾ പറയുക, ഞാൻ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നവനും അതുപോലെ തന്നെ താക്കീതുകാരനുമാണ് എന്ന് നബിയെ താങ്കൾ അവരോട് പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു.
അപ്പോൾ തൗഹീദിന്റെ പ്രാധാന്യം അത് അറിയിക്കുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹ്യ് ഇറക്കിയത്, അതുപോലെ തന്നെ കിതാബുകൾ ഇറക്കിയത് അത് തൗഹീദിന് വേണ്ടിയായിരുന്നു എന്നുള്ളത്. മറ്റൊരു തരം ആയത്തുകൾ എന്ന് പറയുന്നത് അത് തൗഹീദിന്റെ വക്താക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും ഒരുക്കി വെച്ചിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വമ്പിച്ച പ്രതിഫലം അത് വിശദീകരിക്കുന്ന, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച അങ്ങേയറ്റത്തെ ആദരവ് അത് വിശദീകരിക്കുന്ന ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 6 അടിസ്ഥാനങ്ങളാണുള്ളത്. ഈ 6 അടിസ്ഥാനങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഈമാൻ കാര്യങ്ങളിലെ ഒന്നാമത്തെ കാര്യമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അല്ലാഹുവിലുള്ള ഈമാനാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ ആയി മാറുകയില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിലുള്ള, ഏകത്വത്തിലുള്ള വിശ്വാസം അത് അംഗീകരിക്കുമ്പോഴാണ് ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചു എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്തിലുള്ള ഈമാൻ അഥവാ തൗഹീദാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അല്ലാഹുവിലുള്ള ഈമാൻ എന്നതുകൊണ്ട് ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള തൗഹീദാണ്. ആ തൗഹീദ് തന്നെ റുബൂബിയത്തുണ്ട്, ഉലൂഹിയത്തുണ്ട്, അസ്മാഉ വസിഫാത്തുണ്ട്. അഥവാ റുബൂബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു മാത്രം പ്രവർത്തിക്കുന്ന, അല്ലാഹുവിന് മാത്രം കഴിയുന്ന, ഉദാഹരണത്തിന് സൃഷ്ടിപ്പ് നടത്തുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ചെയ്യുന്ന, അല്ലാഹുവിന് മാത്രം സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാഹു മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് അംഗീകരിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള അല്ലാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിനെ ഏകനാക്കുക എന്നതാണ് തൗഹീദുർ റുബൂബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ തൗഹീദിന്റെ ഇനം എന്ന് പറയുന്നത് തൗഹീദുൽ ഉലൂഹിയ. ഉലൂഹിയത്തിന്റെ കാര്യത്തിൽ ഇബാദത്ത് ആർക്ക് എന്ന കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ് തൗഹീദിന്റെ രണ്ടാമത്തെ ഇനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൗഹീദിന്റെ മൂന്നാമത്തെ ഇനം തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹുവിൻ്റെ നാമവിശേഷണങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക, അവൻ്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അത് അവന് ഇസ്ബാത്ത് ചെയ്യുക, അവന് അംഗീകരിച്ചു കൊടുക്കുക, അതിനെ നിഷേധിക്കാതിരിക്കുക, അതുപോലെ തന്നെ അതിനെ ദുർവ്യാഖ്യാനിക്കാതിരിക്കുക, അതുപോലെ തന്നെ അതിന് ഉദാഹരണം പറയാതിരിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ രൂപം എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക എന്നിങ്ങനെയുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള അസ്മാഉ വസ്സിഫാത്തിൻ്റെ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് തൗഹീദാണ്. അപ്പോൾ വല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനിൻ്റെ അടിസ്ഥാനം അല്ലാഹുവിലുള്ള ഈമാനാണ്. അല്ലാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൗഹീദാണ്. അപ്പോൾ വല്ലദീന ആമനു, വിശ്വസിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗഹീദ് സ്വീകരിച്ചവർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വല്ലദീന ആമനു, അങ്ങനെ ഈമാൻ സ്വീകരിച്ച ആളുകൾ, തൗഹീദ് സ്വീകരിച്ച ആളുകൾ, വലം യൽബിസു ഈമാനഹും ബിദുൽം, അവരുടെ ആ ഈമാനിനെ, തൗഹീദിനെ ദുൽമ് കൊണ്ട് അഥവാ ശിർക്ക് കൊണ്ട് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് ദുനിയാവിലും പരലോകത്തും എല്ലാ തിന്മകളിൽ നിന്നുമുള്ള നിർഭയത്വം, അമ്ന് ഉള്ളത്. അത് തൗഹീദിന്റെ ആളുകൾക്കാണ്. തൗഹീദ് സ്വീകരിക്കുകയും ശിർക്ക് കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്ന്, നിർഭയത്വം അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വഹുമുൽ മുഹ്തദൂൻ, ആ തൗഹീദിന്റെ ആളുകൾ അവർ തന്നെയാണ് മുഹ്തദൂൻ, നേരായ മാർഗത്തിലുള്ള ആളുകളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പോൾ തൗഹീദിന്റെ പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ ആളുകൾക്ക് ഒരുക്കി വെച്ച വമ്പിച്ച പ്രതിഫലവും അതുപോലെ തന്നെ ആദരവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തൗഹീദിന്റെ പ്രാധാന്യം അത് വിളിച്ചോതുന്ന മറ്റൊരു തരം ആയത്തുകളാണ് തൗഹീദിന്റെ വിപരീതമായ ശിർക്ക്, അതിൽ നിന്നും താക്കീത് ചെയ്യുകയും ഈ തൗഹീദിന് വിരുദ്ധമാകുന്നതിൻ്റെ
അപകടം അത് വിവരിക്കുകയും തൗഹീദിന്റെ എതിരാളികൾക്ക് തൗഹീദിനെ ഉപേക്ഷിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള വേദനാജനകമായ ആ ശിക്ഷ അത് വിശദീകരിക്കുന്ന ആയത്തുകളും നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ശിർക്ക് ചെയ്യുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന്റെ മേൽ സ്വർഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതമെന്ന് പറയുന്നത് അത് നരകമാകുന്നു. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഇങ്ങനെ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ട് അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് യാതൊരു സഹായിയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അപ്പോൾ തൗഹീദിന്റെ വിപരീതമായ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് സ്വർഗം ഹറാമാണ്, ഒരു കാലത്തും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നു. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ വലാ തജഅൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹിനെ താങ്കൾ സ്ഥാപിക്കരുത്. ഫതുൽഖാ ഫീ ജഹന്നം, അങ്ങനെ നബിയെ താങ്കളെങ്ങാനും അല്ലാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹിനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഫതുൽഖാ ഫീ ജഹന്നം, താങ്കൾ നരകത്തിൽ എറിയപ്പെടുന്നതാണ്. മലൂമൻ മദ്ഹൂറ, ആക്ഷേപിക്കപ്പെട്ടവനും അതുപോലെ തന്നെ പുറന്തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് താങ്കൾ നരകത്തിലേക്ക് എറിയപ്പെടുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഷിർക്കിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ തൗഹീദിന്റെ പ്രാധാന്യം അറിയിക്കുന്ന, തൗഹീദ് അത് ഉപേക്ഷിക്കുന്നതിൻ്റെ ഗൗരവം അറിയിക്കുന്ന തരത്തിലുള്ള ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തൗഹീദ് സ്ഥാപിച്ചുകൊണ്ടും തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടും തൗഹീദിന്റെ ശ്രേഷ്ഠതകൾ അത് വിശദീകരിച്ചുകൊണ്ടും തൗഹീദിന്റെ ആളുകൾക്കുള്ള പ്രതിഫലം അത് വിശദീകരിച്ചുകൊണ്ടും തൗഹീദിന്റെ എതിരാളികൾക്കുള്ള ശിക്ഷ അത് വിശദീകരിച്ചുകൊണ്ടുമെല്ലാം ഉള്ള ആയത്തുകൾ ധാരാളമായി ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നിന്നെല്ലാം തൗഹീദ് എത്രത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും തൗഹീദിന് കൊടുക്കേണ്ട ഹക്ക് അത് അർഹിക്കുന്ന തരത്തിൽ കൊടുക്കുകയും ചെയ്യാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തൗഹീദ് അത് പഠിപ്പിക്കാൻ ഉപയോഗിച്ച രീതി, അതിൽ നിന്ന് തന്നെ നമുക്ക് തൗഹീദിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് നാം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഹദീസ്, അതും ഇതുപോലെ തന്നെ തൗഹീദ് പഠിപ്പിക്കുന്ന വിഷയത്തിൽ തൗഹീദ് എന്ന വിഷയം അത് ഹദീസുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസ്, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്, അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശം അത് എന്താണ് എന്ന് മുആദെ താങ്കൾക്കറിയുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അടിമകളുടെ മേൽ അള്ളാഹുവിനുള്ള അവകാശം അഥവാ അടിമകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ബാധ്യത അത് എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അലം, അല്ലാഹുവിനും അവൻ്റെ റസൂലിനുമാണ് അറിയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യഅബുദുഹു വലാ യുശ്രികു ബിഹി ഷൈആ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അവകാശം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അപ്പോൾ തൗഹീദിന്റെ പ്രാധാന്യത്തിൽപ്പെട്ട കാര്യമാണ്
അത് അള്ളാഹുവിനോടുള്ള മനുഷ്യന്റെ ബാധ്യതയാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും ചോദിച്ചു, അതദ്രി മാ ഹഖ്ഖുഹും അലൈഹി, അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളുടെ മേൽ നൽകേണ്ട ബാധ്യത, അടിമകൾക്ക് അള്ളാഹുവിൽ നിന്നും ലഭിക്കേണ്ട ബാധ്യത എന്താണ്, അവകാശം എന്താണ് എന്ന് താങ്കൾക്കറിയുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാ യുഅദ്ദിബഹും, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൻ്റെ അടിമകൾക്ക് വകവെച്ചു കൊടുത്ത അവകാശം എന്ന് പറയുന്നത് അവർ ശിർക്ക് ചെയ്യുന്നില്ല എങ്കിൽ, തൗഹീദിന്റെ ആളുകളാണ് എങ്കിൽ അവരെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അടിമകൾക്ക് വകവെച്ച് നൽകിയ അവകാശം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പോൾ തൗഹീദുണ്ടോ ശിർക്കില്ലേ, അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മറ്റൊരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തന്നെ യമനിന്റെ ഭാഗത്തേക്ക് ദഅവത്തിന്റെ ആ ദൗത്യവുമായി അയക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ മിൻ അഹ്ലിൽ കിതാബ്, താങ്കൾ ഏറ്റുമുട്ടാൻ പോകുന്നത്, താങ്കൾ സമീപിക്കാൻ അഭിസംബോധന ചെയ്യാൻ പോകുന്നത് അത് അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകളെയാണ്. ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഇലാ അൻ യുവഹിദുല്ലാഹ്, അപ്പോൾ താങ്കൾ ആദ്യമായി അവരെ ക്ഷണിക്കേണ്ടത് തൗഹീദിലേക്കാണ്. അലാ അൻ യുവഹിദുല്ലാഹ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുന്നതിലേക്കാണ് താങ്കൾ അവരെ ആദ്യമായി ക്ഷണിക്കേണ്ടത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഫഇദാ അറഫു ദാലിക്, ഇനി അവർ ആ തൗഹീദ് അംഗീകരിക്കുകയാണെങ്കിൽ ഫഅഖ്ബിർഹും അന്നല്ലാഹ ഫറദ അലൈഹിം 5 സ്വലവാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് അവരെ നീ വിവരമറിയിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം പഠിക്കേണ്ടതും ആദ്യം പഠിപ്പിക്കേണ്ടതും തൗഹീദാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. തൗഹീദ് ഉണ്ടെങ്കിലേ ഒരാളുടെ നമസ്കാരത്തിന് പോലും പ്രസക്തിയുള്ളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലന്നാർ, ആരാണോ അള്ളാഹുവിന് പുറമേയുള്ളവരെ, അള്ളാഹുവിന് പുറമേ സ്ഥാപിക്കപ്പെട്ട സമന്മാരെ വിളിച്ച് ദുആ ചെയ്യുന്നത്, അവരെ ഇബാദത്ത് ചെയ്യുന്നത്, ആ അവസ്ഥയിൽ ആരാണോ മരണപ്പെടുന്നത് അവൻ നരകത്തിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു മുശ്രിക്കിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള വഴിദൂരം എന്ന് പറയുന്നത് അതവൻ മരിക്കുക എന്നതാണ്. മുശ്രിക്ക് അവൻ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലാണ്, തൗഹീദില്ലാത്തവൻ അവൻ നരകാവകാശിയാണ്, നരകത്തിൽ നിന്നും അവൻ രക്ഷപ്പെടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും തൗഹീദിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്, തൗഹീദ് ഉപേക്ഷിക്കുന്നതിന്റെ ഗൗരവം അത് എത്രത്തോളമാണ് എന്ന് നമ്മെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന, ആരാണോ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വമൻ ലഖിയഹു യുശ്രികു ബിഹി ഷൈഅൻ ദഖലൻ നാർ, ആരാണോ അല്ലാഹുവിൽ ഷിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അപ്പോൾ തൗഹീദുണ്ടോ സ്വർഗം ഉറപ്പാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. തൗഹീദില്ലേ ഒരു കാലത്തും സ്വർഗം കിട്ടാൻ പോകുന്നില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഖുർആനും ഹദീസും അത് തൗഹീദ് നിറഞ്ഞു നിൽക്കുന്നതാണ്. തൗഹീദിന്റെ പ്രാധാന്യം അത് ആവർത്തിച്ച് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഖുർആനും അതുപോലെ തന്നെ ഹദീസും. അതുകൊണ്ട് തന്നെ ഈ തൗഹീദിന്റെ പ്രാധാന്യം അത് നാം മനസ്സിലാക്കുകയും ആ തൗഹീദിന് കൊടുക്കേണ്ട ആ അത് അർഹിക്കുന്ന രീതിയിലുള്ള
അതിൻ്റെ ബാധ്യത അത് നിറവേറ്റുകയും ചെയ്യുക എന്നത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.